ഒരു മിസ്റ്റേക്സും എനിക്ക് കാണാൻ സാധിച്ചില്ല. ഉണ്ടോ അണ്ണാച്ചി? കുഴപ്പമില്ല, ചെറുത് ചെറിയ അത് നമുക്ക് വിടാം. വിട്ടു. അണ്ണാച്ചി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങള് തിരുവായ്ക്ക് എതിർവായില്ല. മൊത്തത്തിൽ പാട്ട് നല്ല ഓളം ഉണ്ടായിരുന്നു. പിന്നെ ഡാൻസേഴ്സ് അച്ഛനും അമ്മയും എല്ലാവരും വന്നപ്പോഴത്തേക്ക് മോക്ക് തന്നെ ഒരു സന്തോഷം തോന്നില്ല. ഇത് തന്നെ ആയിരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക്. അവരും ഇതൊക്കെ കണ്ട് ആനന്ദിച്ച് അവരുടെ ഒരു വൈകുന്നേരം ഈ പാട്ടുകളൊക്കെ കേൾക്കുക, കുറിഞ്ഞിയെ കാണുക. കുറിഞ്ഞിയുടെ അച്ഛന് എന്ത് ചെയ്യുന്നു? ഞാൻ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നു. എവിടെ? മലപ്പുറം ജില്ലയിൽ പുൽപ്പറ്റ പഞ്ചായത്തില്. മലപ്പുറം. ഓ അപ്പൊ നിങ്ങൾ താമസോടാണോ? മലപ്പുറം, കോഴിക്കോടാണ് താമസിക്കുന്നത്. കോഴിക്കോട്. വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ ഹൈസ്കൂളിലെ ടീച്ചറാണ്. ടീച്ചറിന് പേരെന്താണ്? ആര്യ. നിങ്ങൾക്ക് 2 കുട്ടികളാണോ അതോ? രണ്ടുപേര്. ഇത് മൂത്ത കുട്ടി, ഇത് ഇളയ കുട്ടി. ഇളയ കുട്ടി. അതാണ് ഇത്ര കുറുമ്പ്. അതാണ് ഇത്ര കുറുമ്പ്. ഒരാൾക്ക് മീശ വെക്കണം, ഒരാൾക്ക് പിരിയം അടിക്കണം എന്നൊക്കെ പറഞ്ഞ ഇവിടെ വന്ന് ഭയങ്കര ബഹളമാണ്. അതാണ് എനിക്ക് അപ്പോഴേ തോന്നുന്നു. അച്ഛന്റെ ശബ്ദം മാറി. മക്കളെ അത് 10-17 വയസ്സിൽ മാറിയതാ മോനെ. ഇതല്ലേ ശബ്ദം? ഇപ്പൊ കുറച്ച് കട്ടിക്കാ സംസാരിക്കുന്നത്. മക്കളെ അത് ഈ വേഷമൊക്കെ ഇട്ടേക്കുന്നോണ്ടാ. അതിന്റെ ഒരു ഘനമാ. അതെ മോളെ, ഇന്നെന്താ ദിവസം? എന്താണ് പ്രാധാന്യം ഇന്നത്തെ? ഇത് അച്ഛന്റെ ചെറുപ്പത്തിൽ ഒരു മണവാളനും മണവാട്ടിയാണ്. അവര് കല്യാണം കഴിച്ചു. അത് മോക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി ഇല്ലേ? അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തില് എവിടെ എന്നൊക്കെ പറയാൻ പറ്റുമോ? അല്ല, ഇത് അച്ഛന്റെ ചെറുപ്പത്തിലെ ശബ്ദമാണ് കേട്ടോണ്ടിരിക്കുന്നത്. ഹലോ, വീട്ടിലെങ്ങനെയാ? അവിടെ വീട്ടില് മോള് ഇപ്പം സ്കൂളിൽ പോയിട്ട് വന്നാലും ഹോംവർക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും എപ്പോഴും ഈ പാട്ടുകൾ മൂളിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും പാട്ടിലെ തന്നെ. ചെറുതിലെ ഞാൻ താരാട്ടുമൊക്കെ പാടി ഉറക്കുമായിരുന്നു. പാട്ട് പാടുവോ? ഞാൻ ചെറുതായിട്ട് ഇന്നത്തെ നല്ല ദിവസമല്ലേ? അല്ല, ചെറുതായിട്ട് ചെറുതായിട്ട് ആ താരാട്ട് പാട്ടൊന്നും അല്ല, പല പാട്ടുകള് 2 വരി വീതം ഇങ്ങനെ പാടിക്കൊടുക്കും. അങ്ങനെ ആക്കി ഒരു 4-5 പാട്ട് ചേർത്ത്. കുറച്ച് വലുതായപ്പോഴത്തേക്കും മോള് എന്നോട് പറഞ്ഞു, അച്ഛൻ പാടുന്നതിൽ ശ്രുതിയൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്, സംഗതി കറക്റ്റ് ആവുന്നില്ല. അപ്പൊ അങ്ങനെയാണ് അച്ഛൻ പാടുന്നത്. ഇന്ന പറയാവോ? ഇന്ന സ്ഥലത്ത് സംഗതി ഇങ്ങനെയാണ്. പിന്നെ അച്ഛനെ മോള് പറ, അച്ഛൻ ഏത് പാട്ട് പാടണം? അല്ല, ഒരു അല്ല, ഒറ്റ പാട്ടേ ഉള്ളൂ. അത് മോക്കെങ്ങനെ അറിയാൻ? അദ്ദേഹത്തിന് ടെൻഷൻ ഒന്നുമില്ല. മക്കളെ കല്യാണം ഞാൻ ജന്മനാട്ട് ജന്മനാഥത്ത് കാണുന്നത്. അമ്മ പാടൂ? അമ്മ പാട്ട് മാത്രം ഇല്ല, ശകലം പാടും. ഇല്ല ഒട്ടും അമ്മ പാടും. കേട്ടിട്ടില്ലല്ലോ? ഉടുപ്പൊക്കെ മോള് കേട്ടിട്ടില്ലല്ലോ? അമ്മ പാടത്തില്ലെന്ന്. മോള് കേട്ടിട്ടില്ലല്ലോ? അമ്മ പാടത്തില്ലെന്ന്. ആര്യ എന്നെ സാധാരണ കറക്റ്റ് ചെയ്യാറില്ലായിരുന്നു. ഇപ്പൊ ഈ ടോപ്പ് സിംഗർ വന്നതിന് ശേഷം ഇന്നലെ ഞാനൊരു പാട്ട് 2 വരി മൂളി. അപ്പൊ അവൾ എന്നെ കറക്റ്റ് ചെയ്തു. എങ്ങനെ എന്നൊരു കാര്യം ചെയ്യുന്ന കറക്റ്റ് ചെയ്യണം എങ്ങനെയാന്ന് കാണിച്ചു തരൂ. ഞാൻ സത്യത്തില് പാടിയിട്ടല്ല കറക്റ്റ് ചെയ്യല്ലേ, പിന്നെ വരുന്ന കുഴപ്പം പറഞ്ഞു. എന്നൊരു കാര്യം ഇന്നലെ പാടി ഇന്നലെ പാടി കൈവിട്ട് പോയി പൃഥ്വി. മക്കളെ ഇപ്പൊ അമ്മ പാടും മോളെ. ഇനി എന്ത് ചെയ്യും? തീർക്കാൻ എനിക്ക് സ്റ്റേജിൽ നിന്ന് പോകണം. കൊച്ചിന് അമ്മ പാടും. 2 വരി ഞങ്ങൾക്ക് കേൾക്കണം. പ്രദോഷം ഇന്നലെ പാടിയപ്പോ കറക്റ്റ് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? അത് ഏത് പാട്ടാ? അല്ല, ഞാൻ എങ്ങനെയാ കറക്റ്റ് ചെയ്തെന്ന് അണ്ണനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണ്ട. അണ്ണ എന്തിനാ ഇത്? അണ്ണ പറയും. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. കറക്റ്റ് ചെയ്യാ. കറക്റ്റ് ചെയ്യാനൊന്നുമില്ല. ഞാനും അത് തന്നെ വിചാരിച്ച. അല്ല, എവിടെയാ കറക്റ്റ് ചെയ്തത്? ഇന്നലെ എവിടെയാ കറക്റ്റ് ചെയ്തേ? ഞാൻ പാടിന്റെ ടെമ്പോ ശരിയല്ല. ഓ, അത് ശരി. ടെമ്പോയും ശ്രുതിയും കൂടെ മാറിപ്പോ. ആണോ? അതിങ്ങനെ പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ പരീക്ഷിക്കാത്ത ഒരു മേഖലയാണ്. ഇന്നാണെങ്കിലും ആ സുധീർ